ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരിക്കൽ കൂടി അമ്മൂസ് കളക്ഷനിലോട്ട് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് കോട്ട മെറ്റീരിയലാണ്. ടോപ്പ് മെറ്റീരിയൽ 475 സ്റ്റാർട്ടിംഗ് റേഞ്ചിലുള്ള മെറ്റീരിയൽസ് ആണ് കണ്ടത്. 2 മെറ്റീരിയലിലാണ് ചെയ്തത്. അപ്പോൾ അതിൽ കുറേ എൻക്വയറീസ് വന്നു. അപ്പോൾ ആ 2 ഷെയ്ഡായിരുന്നു നമ്മൾ കാണിച്ചത്. അതുകൂടാതെ ഇന്ന് കുറേ ഷെയ്ഡ്സ് നമ്മൾ കാണിക്കുന്നുണ്ട്. അതുപോലത്തെ ആ സെയിം കോട്ട മെറ്റീരിയലിൽ തന്നെ കുറേ കളർ ഷെയ്ഡ്സ് ഉണ്ട് കാണിക്കുന്നുണ്ട് നമ്മൾ. അതിൽ എല്ലാത്തിലും തന്നെ ഈ ഒരു റേഞ്ചിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ഡെയിലി വെയറിന് ഓഫീസ് വെയർ ആയിട്ട് ഇടാൻ പറ്റിയ രീതിയിൽ നമുക്ക് എംബ്രോയ്ഡറി ചെയ്ത് തരാനുള്ള കുറേ കളർ ഷെയ്ഡ്സ് ഞാൻ ഇന്ന് കാണിക്കുന്നുണ്ട്. അത് ഇന്ന് കാണിക്കുന്ന കളർ ഷെയ്ഡ്സ് കൂടാതെയും വേറെ കളർ ഷെയ്ഡ്സ് ഉണ്ട്. അപ്പം വീഡിയോ ഇരുന്ന് കാണാൻ ഞാൻ കളർ ഷീറ്റ്സ് കാണിക്കൽ മാത്രമല്ല ഇന്ന് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് വർക്ക് ചെയ്ത 5 ടോപ്പ് മെറ്റീരിയൽസും റെഡി ഫോർ സെയിൽ ആയിട്ടുള്ള ടോപ്പ് മെറ്റീരിയൽസും 450 സ്റ്റാർട്ടിംഗ് റേഞ്ച്, 450 475 റേഞ്ചിലുള്ള ടോപ്പ് മെറ്റീരിയൽസും കാണിക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്തിച്ചാൽ മതി. അതിൻ്റെ കൂടെ കളർ ഷീറ്റ്സും കാണിക്കുന്നുണ്ട്. അതിലേതെങ്കിലും വേണമെങ്കിൽ അതായാലും നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു നോക്കാം. ഇതാണ് ഒരു കളറ്. ഇതൊരു പിങ്ക് കളർ ആയിട്ടുള്ള പിങ്കിഷ് റോസ് കളറാണ് ഇത് ഒരു കളറ്. നല്ലൊരു മെറ്റീരിയലാണ്, ലൈറ്റ് വെയ്റ്റ് ആണ്, സുഖമാണ്, ലാസ്റ്റിംഗ് ഉള്ള മെറ്റീരിയലാണ്. ഇത് ബ്ലാക്ക് ആയിട്ട് നമുക്ക് വീഡിയോയിൽ തോന്നും, പക്ഷെ ബ്ലാക്ക് അല്ല, നേവി ബ്ലൂ ആണ്. അടുത്തത് മെഹന്തി ഗ്രീൻ ആണ്. ഇത് കുറച്ചും കൂടെ ഡാർക്കർ ഷെയ്ഡാട്ടോ. ഇതാണ് ഇതിൻ്റെ കളർ, കറക്റ്റ് ഷെയ്ഡ് മെഹന്തി ഗ്രീൻ ആണ്. ഇതൊരു പീച്ച് കളർ കൂടിയ ഡാർക്കർ ഷെയ്ഡ്, പീച്ചും പിങ്കും കൂടെ കലർന്ന ഷെയ്ഡാണ് അടുത്തത് വരുന്നത്. പിന്നെ ഒരു ടീൽ ഗ്രീൻ, അല്ല ഡാർക്കർ ഷെയ്ഡ് ഓഫ് ടീൽ ഗ്രീൻ, ആ ഒരു കുറച്ചും കൂടെ ഡാർക്ക് ഷെയ്ഡ് ഓഫ് ഗ്രീൻ ആയിട്ടാണ് വരുന്നത്. ഗ്രീനും ബ്ലൂവും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളറാണ്. പിന്നെ ഒരു മോഫ് ഷെയ്ഡിൻ്റെ ഡാർക്കർ ഷെയ്ഡ് മോഫ് എന്ന് പറയാം, ആ ഒരു ഷെയ്ഡാണ്. പിന്നെ ഒരു പൗഡേർഡ് ബ്ലൂവിൻ്റെ ബ്ലൂ ഷെയ്ഡാണ്, ആ ഒരു ഷെയ്ഡാണ്. പിന്നെ വരുന്നത് ലാവൻഡർ ഷെയ്ഡ്. അപ്പോൾ ഇനിയും വേറെ ലൈറ്റ് മോഫ് കളർ, പിസ്ത ഗ്രീൻ, അങ്ങനെ കുറേ ഷെയ്ഡ്സ് ഉണ്ട് നമ്മുടെ കയ്യിൽ അവൈലബിൾ. ഇത് റെഡ്, വൈറ്റ് എല്ലാം ഉണ്ട്. ഞാനിപ്പോൾ കുറച്ച് മെറ്റീരിയൽസ് കാണിച്ചതാണ്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഈ ഒരു മെറ്റീരിയലിൽ വർക്ക് ചെയ്ത് തരാൻ കുറേ എൻക്വയറീസ് വന്നു. അപ്പോൾ അതിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് അന്ന് കാണിക്കാൻ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് നമ്മൾ കാണിച്ചില്ല. ഇപ്പം കുറേ ഷെയ്ഡ്സ് വന്നേക്കുന്ന കാരണം അതിൻ്റെയൊക്കെ ഫോട്ടോസ് ഞാൻ വീഡിയോ ആയിട്ട് എടുത്ത് നിങ്ങളെ കാണിച്ചതാണ്. ഇതിൽ ഇതൊക്കെയാണ് മെറ്റീരിയൽ കളർ ഷീറ്റ്സ് അവൈലബിൾ. അതല്ലാണ്ട് റെഡ് ഉണ്ട്, വൈറ്റ് ഉണ്ട്, മോഫ് കളർ ഉണ്ട്, പിസ്ത ഗ്രീൻ ഉണ്ട്. ഇപ്പം ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. ഇതൊക്കെ ഈ കളേഴ്സും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. അപ്പം ഇനി ഞാൻ ഇതൊക്കെ മെറ്റീരിയൽസിൽ 475 സ്റ്റാർട്ടിംഗ് റേഞ്ച് അല്ലെങ്കിൽ 450 സ്റ്റാർട്ടിംഗ് റേഞ്ചിലുള്ള വർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് കുറച്ച് മെറ്റീരിയൽസിൽ വർക്ക് ചെയ്ത് ഞാൻ ഡിസ്പ്ലേ ചെയ്യും. എല്ലാ കളേഴ്സിലും ഞാൻ ചെയ്തിട്ടില്ല, കുറച്ച് കളേഴ്സിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഡിസ്പ്ലേ ഞാൻ കാണിച്ചു തരാം. ആദ്യം ഒരു പിങ്ക് ഷെയ്ഡായിട്ടുള്ള പിങ്കിഷ് റോസ് എന്ന് പറഞ്ഞാൽ ആ കളറിൻ്റെ അകത്ത് നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. ഇത് നെക്ക് ലൈൻ്റെ ഒരു സൈഡിൽ കൂടി ഇങ്ങനെ വന്നിട്ട് ചെസ്റ്റിലോട്ട്, ഇതാണ് നെക്ക് വരുന്നത്. ഇവിടെയാണ് നെക്ക് ലൈറ്റായിട്ട് പോകുന്നുണ്ട്, ഞാൻ വരച്ചേക്കുന്നത് ഇങ്ങനെ യു ഷേപ്പ്, ഇങ്ങനെയാണ് നെക്ക് വരുന്നത്. അതിൻ്റെ സൈഡിൽ നിന്ന്, ഷോൾഡറിൻ്റെ സൈഡിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയാണ് വരയ്ക്കുന്നത്. ഇതിൻ്റെ അകത്ത് സീ ഗ്രീൻ കളർ, ഡാർക്ക് സീ ഗ്രീൻ കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സ്റ്റെമും ലീഫും നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു ബ്രൗൺ കളർ. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഡിസൈനിങ് വന്നിരിക്കുന്നത്. ഇത് റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 475 ആണ് ഇതിൻ്റെ റേറ്റ്. അടുത്തത് മെഹന്തി ഗ്രീൻ ടോപ്പ് മെറ്റീരിയലാണ്. എല്ലാം തന്നെ 2.5 മീറ്റർ മെറ്റീരിയലാണ്. ഇതിൻ്റെ അകത്തും ഇത് സ്ലിറ്റിൻ്റെ അവിടെ നിന്ന് ഒരു ആ വയറിൻ്റെ അവിടെ താഴം തൊട്ട് മേളിലോട്ട് ആണിങ്ങനെ നീണ്ടു നിൽക്കുന്ന ഫ്ലവർ പാറ്റേൺസ് ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഗ്രീൻ ആൻഡ് പീച്ച് ഷെയ്ഡാണ് നമ്മൾ ഫ്ലവേഴ്സിന് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പീച്ച് കളർ റോസിറ്റി സ്റ്റിച്ചാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഡിസൈനിങ് വരുന്നത്. കഴുത്തിൻ്റെ അവിടം വരെ ഉണ്ട് വർക്ക്. ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 475 ആണ് ഇതിൻ്റെ റേറ്റ്. അടുത്തത് നേവി ബ്ലൂ കളർ ടോപ്പ് മെറ്റീരിയലാണ്. അതിൻ്റെ അകത്ത് റെഡ് ആൻഡ് ലൈറ്റ് ബ്ലൂ എന്ന് പറയാം, അല്ലെങ്കിൽ ബേബി ബ്ലൂ കളർ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്തേക്കുന്നത്. റെഡ് ഫ്ലവേഴ്സിൻ്റെ നടുക്ക് പേൾസ് വെച്ചിട്ടുണ്ട്, വൈറ്റ് പേൾസ്. ഡാർക്ക് ഗ്രീൻ കോമ്പിനേഷനാണ് ലീഫിന് കൊടുത്തിരിക്കുന്നത്, ഡാർക്ക് ഗ്രീൻ ആൻഡ് റെഡ്. പിന്നെ ബേബി ബ്ലൂ ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. ബ്ലാങ്കറ്റ് സ്റ്റിച്ചാണ് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ
ഷോൾഡറിൻ്റെ സൈഡിൽ നിന്ന് ചെസ്റ്റിൻ്റെ അങ്ങോട്ടേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്നത്. ഇതും റെഡി ഫോർ സെയിലാണ്. സെയിം റേറ്റ് തന്നെയാണ്, 475 തന്നെയാണ് ഇതിൻ്റെയും റേറ്റ്. അടുത്തതൊരു മസ്റ്റാർഡ് യെല്ലോ കളർ ടോപ്പ് മെറ്റീരിയലാണ്. ഇതിൻ്റെ കളർ ഷെയ്ഡ് ഞാൻ കാണിക്കാത്തതിൻ്റെ സ്റ്റോക്ക് തീർന്നിരിക്കുകയാണ്. ഈ ഒരു കളർ അവൈലബിൾ ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ സ്റ്റോക്കില്ലാത്ത കളേഴ്സ് കാണിച്ചപ്പോൾ ഞാൻ മസ്റ്റാർഡ് യെല്ലോ കളർ കാണിക്കാത്തത്. ഇതിൻ്റെ സ്റ്റോക്ക് തീർന്നിരിക്കുക. ഉടനെ തന്നെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ബ്ലാക്ക് കളറ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ബ്ലാക്ക് കളർ ഫ്ലവർ പാറ്റേൺസ് ആണ് കണ്ടത്. ഇതൊരു ബട്ടർഫ്ലൈ, 2 ബട്ടർഫ്ലൈയും ചുറ്റും കുറച്ച് ഫ്ലവേഴ്സ് സ്കാറ്റർ ചെയ്തുമാണ് തയ്ച്ചിരിക്കുന്നത്. ആ ഫ്ലവേഴ്സിൻ്റെ നടുക്ക് കട്ട് ബീഡ് ആയിട്ട് ഒരു കട്ട് ബീഡ് ഗോൾഡൻ കളർ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് നമ്മൾ ചെയ്ത് തന്നാൽ നല്ല ഭംഗിയിൽ ചെസ്റ്റിൽ പോർഷൻ ഫുള്ളും കവർ ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സ്റ്റെം സ്റ്റിച്ച് വെച്ചിട്ടാണ് ബട്ടർഫ്ലൈ മുഴുവൻ തയ്ച്ചിരിക്കുന്നത്. മസ്റ്റാർഡ് യെല്ലോ ആണ് കളർ ടോപ്പിൻ്റെത്. ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റും 475 ആണ് ഇതിൻ്റെയും റേറ്റ് വരുന്നത്. ഇതൊരു ഡാർക്ക് കളർ പീച്ചിഷ് പിങ്ക് മെറ്റീരിയലാണ്. ഇതിൻ്റെ അകത്തും കഴുത്തിൻ്റെ താഴെ ചെസ്റ്റ് പോർഷനിൽ കുറച്ച് ബേർഡ്സും ഫ്ലവേഴ്സും ലീവ്സും ആയിട്ട് വൈറ്റ് കളർ ത്രെഡും കൊണ്ടാണ് നമ്മൾ എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഈസി ആയിട്ട് വൈറ്റ് പാൻറ്റ് നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സെയിം കളർ പാൻറ്റ് ആണെങ്കിലും നല്ലതായിരിക്കും. അപ്പോൾ ഇങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ളൊരു എംബ്രോയ്ഡറിയാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ബ്യൂട്ടിഫുള്ളായിട്ട് ചെസ്റ്റിൽ കാണുന്ന രീതിയിൽ നമ്മൾ ചെയ്തിട്ടുമുണ്ട്. നല്ല ഡീറ്റെയിലിംഗ് ആയിട്ട് ഫ്ലവേഴ്സ് എല്ലാം 3 സ്ട്രാൻഡ്സും ബേർഡിനെ തയ്ച്ചിരിക്കുന്നത് 2 സ്ട്രാൻഡ്സും വെച്ചിട്ടാണ് നമ്മൾ തയ്ച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇതും റെഡി ഫോർ സെയിലാണ്. ഇതിൻ്റെ റേറ്റ് 450 ആണ് ഇതിൻ്റെ റേറ്റ്. ഇതാണ് 450. ഈ ഒരു ടോപ്പ് മെറ്റീരിയലിന് മാത്രമാണ് 450. ബാക്കി എല്ലാത്തിനും 475 ആണ്. അപ്പോൾ ഇതാണ് ഇന്ന് നമ്മൾ കണ്ട 5 ഷെയ്ഡ്സ്. ഇതിൻ്റെ അകത്തുള്ള വർക്കും എല്ലാം തന്നെ 475, 450 റേഞ്ചിലുള്ള ടോപ്പ് മെറ്റീരിയൽസാണ്. അപ്പോൾ ഇതുപോലത്തെ ബാക്കിയുള്ള കളേഴ്സിൽ ഇതുപോലത്തെ എംബ്രോയ്ഡറി, മിനിമം വർക്ക് എംബ്രോയ്ഡറി വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അൺടിൽ ദെൻ ബൈ.